വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങളിൽ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാജൻ. ഇന്നലെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ കോടതി ചോദിച്ചത്. വിശദാംശങ്ങൾ പൂർണ്ണമായും അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായോ എന്ന കാര്യം അറിയില്ല. വ്യാഴാഴ്ച കോടതിയിൽ വിശദാംശങ്ങൾ കൊടുക്കണം എന്ന വാർത്തകളിലൂടെ അറിഞ്ഞു. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പൂർണ്ണമായി ബോധ്യപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞതായി വാർത്തകളിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കോടതി സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോടതിയിൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായി സർക്കാർ പ്രത്യേകമായ മേൽനോട്ടത്തിൽ തന്നെ നോക്കി അത് കോടതി അറിയിക്കും. അക്കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവും നമ്മൾ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം 677 കോടി രൂപ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് പാസ്ബുക്കിലാണ്. നാളെ ഒരു വിഷയം ഉണ്ടായാൽ ഈ പൈസ ഉണ്ടാവും ഉപയോഗിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതി. ഞാൻ പറഞ്ഞത് അവിടെ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ആരാണ് ഹാജരായത് എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഹാജരായ ആൾ പ്രകടിപ്പിക്കുന്നതിലോ അത് പ്രതിഫലിപ്പിക്കുന്നതിലോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. CNA ഓടിച്ചു നടക്കുന്ന ഒരു വിഭാഗമാണ് STRF ഫണ്ട്. അതൊന്നും അനാവശ്യമായി കണക്കില്ലാതെ കൊടുക്കാനാകില്ല. അവർ പറഞ്ഞതിൽ ഈ കാര്യം പറയാൻ ചിലപ്പോൾ വേണ്ടതുപോലെ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതായത് STRF-ലെ ഫണ്ട് ബില്ല് കിട്ടുമ്പോൾ അനുവദിക്കാൻ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ച് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അഡ്വാൻസായി എത്ര പണം വേണം എന്ന് നിങ്ങൾക്ക് തന്നെ അറിവുള്ളതുപോലെ കഴിഞ്ഞ മഴക്കാലം വന്നപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് സൂചനകൾ ഉണ്ടായപ്പോൾ ഓരോ ജില്ലാ കളക്ടറുടെയും അക്കൗണ്ടിലേക്ക് STRF മുഖാന്തരമുള്ള 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ കണക്ക് അവർ നോക്കി അതിന്റെ ബില്ല് സമർപ്പിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കുക. ഒരു അവ്യക്തതയും കണക്കുമായി ബന്ധപ്പെട്ടില്ല. കോടതിയുടെ പരാമർശങ്ങൾക്ക് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം കോടതിയിൽ എന്താണ് ഉണ്ടായത് എന്നറിഞ്ഞുകൊണ്ട് മാത്രമേ